ഇപ്പോൾ വേറൊന്നും പറയാനില്ല ഗൈസ്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഓൾഡ് നമ്പർ 1 ഗോഡൗണിൻ്റെ അകത്താണ്. അതിൻ്റെ അകത്ത് നിസാർ വണ്ടി കയറ്റിയൊക്കെയാണ്, അതാണ് കണ്ടത്. ഇതിന് മുന്നേ നമ്മുടെ വ്ളോഗ് 1 കാണാത്തൊരു വ്ളോഗ് 1 പോയി കാണുക. ലിങ്ക് ഞാൻ ഈ കോർണറിൽ ഇട്ടേക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഗൈസ്. എന്നാൽ ഇതിനൊരു സെൻസ് കിട്ടത്തുള്ളൂ, മനസ്സിലാവുള്ളൂ. അപ്പോൾ പൊളിക്കല്ലേ. ചെറിയൊരബദ്ധം പറ്റി, കാരണം നമ്മളെ വണ്ടി എടുത്തപ്പോഴിത് എന്തൊക്കെ സംഭവത്തിൽ കിടന്നു നോക്കിയിട്ടില്ല. അപ്പം ഈ സംഭവം ഇവിടെ കളയാനായിട്ട് വരില്ല, കാരണം ഇത് ആവശ്യത്തിന് നീറ്റായിട്ടുള്ളൊരു ഗോഡൗണാണ്. അപ്പം നമ്മളത് സെറ്റാക്കാനായിട്ട് പോവാണ്. ഇതിൻ്റെ ഷട്ടർ ഏതാണ്ട് ഒരു 3 നില ഹൈറ്റിലാണ് പോകത്തില്ലിരിക്കുന്നത്, അതും കഴിഞ്ഞുണ്ട്. ചൂല് കിട്ടാത്തണ്ടൊരു ചാക്ക് വെച്ച് എന്തായാലും ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ പോവാണ്. നിസാറല്ലേ അവിടെ പണി തുടങ്ങി. ഇതാണ് നമ്മുടെ പുതിയ ചൂല്. ഇത് വിരിച്ച് ഇവിടെ നൂത്തിയിടുക എന്നുള്ളതാണ് എൻ്റെ ടാസ്ക്. ഓക്കെ ഗായ്സ്, ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, 2 കൈയേ ഉള്ളൂ പണിയാൻ. ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട് കഷ്ടപ്പാട്, നിങ്ങൾ കഷ്ടപ്പാട് വീഡിയോ കൂടെ ഇരുന്നത്. അപ്പം ഒരു ചെറിയൊരു സ്മോൾ ഡോസ് ആണിത്, ചെറിയൊരു കഷ്ടപ്പാട്. അപ്പൊ 3 പായാണ് ഇപ്പൊ മോളിൽ നിന്ന് വലിച്ചു കള്ളിയിട്ട് വണ്ടിക്കകത്ത് മൂത്താൻ കച്ചറ. പഞ്ചസാരയല്ലേ, പഞ്ചസാര മുന്നേ കൊണ്ടുവന്നാണെന്ന് പറഞ്ഞാൽ ഇനി എല്ലാം കൂടെ ഒട്ടണമായിരുന്നു. നമ്മളെല്ലാ ടാസ്കുകളും കട്ടയിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ഗോഡൌണിലേക്ക് എത്തിയിരിക്കുകയാണ്. സോപ്പ് പൊടിയായിട്ട് സോഡാപ്പൊടിയായിട്ട് പുതിയൊരു സെക്യൂരിറ്റി ചേട്ടനാണ്. വലിച്ചിട്ടപ്പാ നമ്മൾ 2 പേരും കൂട്ടിയാൽ കയറൂല സാധനം. വെളിയിൽ നിന്ന് 2 പേരും കൂടെ വിളിച്ച് വേണം അത് വലിച്ചു കയറ്റാൻ, എന്നിട്ട് വേണം കെട്ടി കൊണ്ടുപോകാൻ. ഇച്ചിരി പാടുണ്ട്. ലോറി കുലുങ്ങുന്നുണ്ട്, ആരൊക്കെയോ ലോറിയുടെ ബാക്കിൽ ലോഡായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചേട്ടൻ്റെ വീഡിയോയാണ്. എല്ലാത്തിലും എന്തൂസിയാസിൽ ഇറക്കിയാണ് നമ്മുടെ ചേട്ടന്മാര്. ആരാടാ പടക്കം പൊട്ടിച്ച? അയ്യോ 1 2 3 4 5 അയ്യേ എന്റെ 5 വർഷം പോയി. ഇതാണ് നമ്മൾ കയറുന്ന സാധനം. ലൈറ്റ് സോഡ ആയിട്ടുണ്ട്, സോപ്പിലൊക്കെ ഇടുന്ന സംഭവമാണ്. ഇതാണ് ഈ ലോഡ് മൊത്തം. ചെറുതായിട്ട് മൂക്കൊക്കെ എരിയുന്നുണ്ട്. മുകളിലുള്ള ചേട്ടന്മാർക്കും ചെറുതായിട്ട് കാര്യങ്ങളൊക്കെ അനുഭവപ്പെടുത്തണം. അവർക്ക് പ്രശ്നം, നമ്മളിത് ആദ്യമായിട്ടുള്ളതുകൊണ്ട് നമ്മുടെ ലോറിയിൽ ഇപ്പോൾ കയറ്റിക്കൊണ്ടിരിക്കുന്ന സാധനത്തിൽ ഉപരിയായിട്ട് വേറൊരു സംഭവമാണ്, വേറൊരു കെമിക്കലാണ്. ഇതിൻ്റെ പേരെന്താണ്? സോഡിയം സൾഫേറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇത് ഫുള്ളും ഇവിടെ കെമിക്കൽ സോൾട്ട്സിൻ്റെ ഗോഡൗൺ ആണെന്നാണ് നിഗമനം. ഇത് വേറെ എന്തോ സംഭവമാണെന്ന് തോന്നുന്നത്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് വന്നിട്ട് ക്ലോസ് സ്റ്റമ്മ്, നമ്മുടെ ഗ്രാമ്പൂ ഇല്ലേ, ഗ്രാമ്പൂവിൻ്റെ ചെടിയുടെ തണ്ടാണ്. ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഫുൾ എന്തൊക്കെയോ സംഭവമാണ്. അടുത്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഡിയം ബൈകാർബണേറ്റ്. പേര് കേട്ട് മേടിക്കേണ്ടത് നമ്മുടെ നാടൻ സോഡാപ്പൊടിയാണ്, വീട്ടിലൊക്കെ. അപ്പോൾ ഗായ്സ്, നേരത്തെ 111 ചെക്ക് ചെയ്യാനായിട്ട് വന്നതാണ്. ഈ പായ്ക്ക് കുറച്ച് വിലയുണ്ട്. പായൽ നമുക്ക് ഈ സംഭവം കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല. മഴയൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ അത് കെമിക്കലാണെന്ന് പണി കിട്ടും, നല്ല പണി കിട്ടും.
കുറച്ച് കാറ്റടിച്ചിട്ടാണെന്ന് തോന്നുന്നത് റോളായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ അതിനെ നൂത്തിയിട്ടതിന് ശേഷം നമുക്ക് വീണ്ടും ഇവിടെ കൊണ്ടിരിക്കുക. അവർ കുറച്ചായിട്ടൊന്ന് നീക്കി കൊടുക്കുകയാണ് അവർക്ക് അടുത്ത ലോഡിങ് ചെയ്യാനായിട്ട്. ഒരു റോ ഫുള്ള് കഴിഞ്ഞു. നമ്മളിവിടെ നിൽക്കാൻ നേരത്ത് വന്നൊരു പുതിയ ലോറിയാണ്. അതിനൊരു 2 പീസ് ഇങ്ങനത്തെ ഒരു ഷേപ്പുള്ള കമ്പി വെച്ചിട്ട് പരിപാടി എന്താണെന്ന് അറിയില്ല. അല്ല ഇത് കമ്പി ഇത് മോളിൽ റൂഫ് കെട്ടാനുള്ള കമ്പിയാണ്. അപ്പോഴും നമ്മുടെ ലോറി കുട്ടനെ ലോഡൊക്കെ കയറ്റി സെറ്റാക്കി നിർത്തിക്കൊണ്ട് പോകും. അതാണ് കാശ് നമ്മുടെ റെഡ് ബുള്ള്. ജ്യൂസാറിനെ കിട്ടിയില്ല. ജ്യൂസാറിന് ഭയങ്കര സ്പീഡിലായിട്ട് പോയി ചേട്ടൻ വാങ്ങിച്ചാണ്. നമ്മളിത് കുടിച്ചതിന് ശേഷം നേരെ പാവൊന്ന് മടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാൻ. മുകളിൽ കയറ് കുറച്ച് ടാസ്ക്കായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ അതിന് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ മൊത്തം അവർ കയറിളക്കാണ്. ഇപ്പം ഫസ്റ്റ് ട്രിപ്പാണ്. ഇതിന് മുന്നേയുള്ള ഡ്രൈവേഴ്സിൻ്റെ ചെറിയ അനാസ്ഥ മൂലം നമുക്ക് കിട്ടിയ പണികളാണ്. ജസ്റ്റ് നിങ്ങളുടെ നല്ല വെയിൽ കൊള്ളു. എന്താ ഇതിനെ തിരിഞ്ഞു. ഇതാണ് ആദ്യത്തെ ലോക്ക്. അത് കഴിഞ്ഞ് രണ്ടാമത്തത്. പായിൽ അവിടെ ക്ലിയറിലുണ്ട്. അത് ചേട്ടാ അവിടെ ഒരു ഡബിളായിട്ടൊന്ന് മടക്കി ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കവർ ചെയ്ത് വെച്ചേക്കണം. അല്ലെങ്കിൽ അതായത് മഴ വന്നു കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. ബുദ്ധിപൂർവമായി കട്ടക്കി ഫോൾഡ് ചെയ്ത് കെട്ടിയിട്ടുണ്ട്. അപ്പോഴെല്ലാവർക്കും മനസ്സിലാക്കണം ഇപ്പോൾ എന്താണ് അവർ ഗ്ലൗസ് യൂസ് ചെയ്യുന്നത്. നമ്മൾ നോർമൽ ഹാൻഡ്സ് കൊണ്ട് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം കൈയുടെ തൊലിയെല്ലാം കൂടെ ഇളകി അവിടെ ഒട്ടി. സാറേ നീ കൂടെ ഹെൽപ്പ് ചെയ്തൂടെ? ഇല്ലല്ലേ ഗ്ലൗസ് ഇല്ലാതെ കമോൺ. ഗ്ലൗസ് ഇല്ലാതെ കളിച്ച് തന്നെ കൈ പേര് വരും. മനസ്സിലായില്ലേ? ആണെങ്കിൽ വലിക്കാം, കുഴപ്പമൊന്നുമില്ല. അത് വലിച്ചോളൂ. ഓരോരുത്തരും അവരിത് നേക്കിലാണ് കിട്ടണം. അപ്പോൾ ഗൈസ് ലോഡൊക്കെ നല്ല പായൊക്കെ ഇട്ട് കവർ ചെയ്ത് പൊളിയായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. മുൾച്ചെടിയിൽ ചെറുതായിട്ട് ഇതാണ് വേ ബ്രിഡ്ജ്. മുൻകൂട്ടുള്ള മെഷർ ചെയ്യാനുള്ള ഇതുണ്ട്. നമുക്കിവിടെ നമ്മുടെ ടേണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. നമ്മുടെ ലോറിയല്ല, ആക്ച്വലി ലോറി ചെയ്യുക. പിന്നെ ഇതൊന്നുകൂടെ വണ്ടിയാ. ഇത് എന്നാ സാധനം ഇത്? തേങ്ങ ചകിരി കട്ടയാ? എതുക്ക് ഉപയോഗിക്കുന്നത്? എക്സ്പോർട്ട് ചെയ്യാനായിട്ട് തേങ്ങയുടെ ഹസ്കാണ് ഇത് സാധനം. തേങ്ങയുടെ ചകിരി വെച്ചിട്ട് ബ്ലോക്ക് ആക്കിയിട്ട് സംഭവമാണ്.
അതേപോലെ നിസാർ അളിയൻ ലോറിയുടെ ടേണിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് ബ്രിഡ്ജ് കയറ്റാനായിട്ട്. കഷ്ടപ്പാട് ഭയങ്കര കുറവായതുകൊണ്ട് ഇങ്ങനെ ആയിട്ട്. ഇന്നലെയൊക്കെ നല്ല സുന്ദരനായിരുന്നു. കറക്റ്റ് ടൈമിന് നമ്മുടെ ബാക്കിൽ ചേട്ടൻ ഡ്രില്ല് ചെയ്യുന്നുണ്ട്. ഇതാണ് ചെറിയ ചെറിയ കഷ്ടപ്പാട്. ഉള്ളിൽ മുടിക്കുന്ന വണ്ടി എടുക്കണം. സമയമായി മാറുന്നു. കൊച്ചമാരെ നമ്മൾ പെരുമ്പാവൂർക്കാണ് പോണ. ലോഡൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ത്രൂ ആയി. ഒരു ഗുളിയെ കുളിച്ച് നമ്മൾ പതുക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അഡ്വാൻസായിട്ട് ആരും കഴിച്ചു. നമുക്ക് കേരളത്തിൽ പോയി കഴിഞ്ഞാൽ ഫുഡ് ലോക്ക്ഡൌണിൽ ഫുഡ് കിട്ടില്ല. അപ്പോൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലും സാമഗ്രികളൊക്കെ വാങ്ങിക്കണം. വെച്ച് കഴിക്കാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട്. നമ്മളെ വെക്കും ഫുഡ് കഴിക്കും. അധികം റിച്ച് ആയിട്ടൊന്നും ഇല്ലല്ലേ. മാഗിയോ ബ്രെഡോ പാല് മുട്ട അതേപോലത്തെ കാര്യങ്ങളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. പാല് മുട്ട ഇരിക്കുമായിരിക്കും. ഒരു പിടുത്തല്ലേ. ഓരോരുത്തരും ഓരോ അഭിപ്രായം പറയണം. നമ്മള് സർവൈവൽ. രാത്രി 10 മണിക്ക് കേരളത്തോട്ട് കയറ്റി വിടില്ലെന്നൊക്കെ പറയണേ. ആർക്കറിയാം. ഓടിപ്പോയി നോക്കും. നമ്മ കേരളം മച്ചാ. കയറ്റി വിട്ടില്ലെങ്കിൽ അവിടെ കിടക്കും. കയറ്റി വിട്ടില്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീടുണ്ടല്ലോ. കിടക്കാൻ സ്ഥലമുണ്ട്. ഒരു കുഴപ്പം. ഒരു ചെറിയ ശോക സീനാണെന്നാ തോന്നുന്നത്. ഒരു വണ്ടി ആക്സിഡന്റ് ആയിട്ടുണ്ട്. അവിടെ ആ വണ്ടി വീണ് അണ്ണ എടുത്ത് വെച്ചത് ഇവിടെ സർവ്വസാധാരണല്ലേ. ആ ജസ്റ്റ് ഒന്ന് വണ്ടി ചരിഞ്ഞിട്ട് പുള്ളിക്കാരെ ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. വേറെ ഇഷ്യൂസ് ഒന്നും കാണുന്നില്ല. എല്ലാം റോട്ടില് സഹജം. അതൊന്നും ഒരു കാര്യമേ കിടയാതെ. ഒരു പോലീസ് പാസ് ചെയ്ത് പോകണ്ട്. ഇങ്ങനെ നോക്കുന്നുണ്ട്. പുള്ളിക്കാരെ റെസ്പോൺസ് ഇല്ല. ചെറിയ പാനാ തോന്നുന്നു. ഓ ചെറിയ പാൻ. ജസ്റ്റ് എനിക്ക് തോന്നുന്നു കട്ടിലാണ് റോഡിന്റെ ആ കട്ടില് ഒന്ന് ജസ്റ്റ് കയറിയതാ കയറുമായിട്ട്. പിന്നെ നമ്മുടെ ഈ ഡ്രസ്സ് ഇത്രയും ഈ കാശ്മീരൊക്കെ ഡ്രസ്സ് ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീൻസ് പാൻറ്റിയുടെ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടുണ്ടല്ലോ. ചൂടൊന്നും നമ്മൾ ഇരിക്കാൻ പറ്റില്ല. അഥവാ ഇനിയിപ്പോൾ AC ഉള്ള വണ്ടി ഓടിക്കുകയാണെങ്കിലും വണ്ടിക്ക് തീർന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മളാകും. അതാണെങ്കിൽ ഇങ്ങനത്തെ ഉള്ള ഡ്രസ്സുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അതാണ് ഒരുവിധപ്പെട്ട എല്ലാ ലോറിക്കാരും ഇങ്ങനെ ഓപ്പണായിട്ട് മിക്കപ്പോഴും ചിലർ ഷർട്ടും പനീനൊക്കെ ഇട്ടായിരിക്കും ഓടിക്കും. ഷർട്ടൊന്നും ഇടുന്നില്ല, പനീനൊക്കെ ഇട്ടായിരിക്കും ഓടിക്കും. അതൊക്കെ തന്നെ ഫാഷനാണ്. കാരണം പിന്നെ സർവൈവ് ചെയ്യാന്നാണ് ലക്ഷ്യം. പിന്നെ ഈ ഒരു ഡ്രസ്സിൽ ഫ്രീഡം ഉണ്ട്. ഒരു നമുക്ക് ഈ എക്സിക്യൂട്ടീവ് പരിപാടി ഒന്നും അല്ലെങ്കിൽ ലോഡ് കയറ്റാണ് അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ പോയപ്പോൾ അവിടെയുള്ള അമ്മമാര് പറയാനുണ്ട് പാടാ ഫോറിൻ്റെ ആള് വന്നിട്ട് വീഡിയോ എടുക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മള് വീഡിയോ എടുക്കുമ്പോൾ തന്നെ അണ്ണന്മാരെല്ലാം വൈബൊക്കെ അവര് ഭയങ്കര സ്പീഡിലാണ് സംഭവം ലോഡൊക്കെ കയറ്റി. ഭയങ്കര ബിഹേവിയർ ചേഞ്ച് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇന്നലെ ഒരു കാര്യം പറഞ്ഞ വീഡിയോയിൽ നമ്മളാ അണ്ണന്മാരെ നമ്മളെ പറ്റിച്ചെന്ന് സത്യം പറയാൻ നമ്മളാണ്. സോറി കേട്ടോ. അത് നമ്മുടെ വണ്ടിയിൽ എല്ലാത്തിനും നമ്മൾ നമുക്ക് ചെറിയ മിസ്റ്റേക്ക് പറ്റിയതാണ്. അതിപ്പം നമ്മൾ തിരുത്താനായിട്ട് വേണം.